ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പം നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന ആ റെഡ് കളറിലുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പശുവിൻ പാലാണ്, തിളപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഈ 250 ml കപ്പിന് 4 കപ്പ് പാലുണ്ട് ഇത്. അപ്പോൾ നമുക്ക് 1 കപ്പ് പാലിന് 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി എന്ന നിലയിലും എടുക്കണം. 1 മുട്ട ആ ഒരു റേഷ്യോയിൽ എടുക്കണം. ഈ ടീസ്പൂൺ ഈ വലുപ്പത്തിലുള്ള ടീസ്പൂണിലാണ് എടുക്കേണ്ടത്. ഇതുപോലെ ആയിട്ട് എടുക്കണം, ഓവറായിട്ട് നിറച്ചെടുക്കരുത്. ഈ ഒരു ലെവലിൽ എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ട 4 ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് 4 കപ്പ് പാലിലേക്ക്. അതൊന്ന് അരിച്ചിട്ട് എടുക്കണം. പിന്നെ 4 മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട്. വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര. ഇത് പൊടിക്കാതെയാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്, പൊടിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പാലിന് 1 മുട്ട എന്ന റേഷ്യോയിൽ എടുത്താൽ മതി. ഇത് 4 കപ്പ് പാലായതുകൊണ്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി വീട്ടിൽ നാടൻ കോഴിയുടെ മുട്ട ഉണ്ടെങ്കിൽ അത് എടുക്കുക. പിന്നെ 1 കപ്പ് പാലിലേക്ക് 1 മുട്ട 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി ആ റേഷ്യോയിൽ എടുക്കുക. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ എത്ര അളവിൽ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. 1 കപ്പ് പാൽ കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ 1 മുട്ടയും 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി എടുത്താൽ മതി. 2 കപ്പിനാണെങ്കിൽ 2 മുട്ട 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി ആ ഒരു റേഷ്യോയിൽ എടുത്താൽ മതി. മധുരത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അത് നിങ്ങളുടെ മധുരത്തിന് ടേസ്റ്റിനനുസരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് ഈ 4 മുട്ടയും ഒന്ന് ഉടച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ എഗ് ബീറ്റർ കൊണ്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സി വെച്ചിട്ടും ബീറ്റ് ചെയ്യാവുന്നതാണ്. മിക്സിയിലാണെങ്കിലും ആദ്യം കോഴിമുട്ട 4 എണ്ണം ഉടച്ച് ഒഴിച്ചിട്ട് ഒന്ന് 3 മിനിറ്റ് ബീറ്റ് ചെയ്യുക. 3 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുക. അതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര. 1 ലിറ്റർ പാലിലേക്കാണ് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇപ്പോൾ മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ആഡ് ചെയ്യാം, കുറച്ചാണെങ്കിൽ കുറച്ചും ആഡ് ചെയ്യാം. മധുരത്തിനൊരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പക്ഷേ ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് പാകൊരു മധുരമായിരിക്കും, വലിയ കൂടുതലോ കുറവോ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പകുതി പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി പകുതിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനൊന്ന് നന്നായിട്ട് പതഞ്ഞ് വരണം. മിക്സിയിലാണെങ്കിൽ അടിച്ചെടുക്കുകയാണെങ്കിലും നിങ്ങൾ ആദ്യം 4 കോഴിമുട്ട അടിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് പഞ്ചസാര ഇട്ടിട്ട് അടിച്ചാൽ മതി. ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഈ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് ഇതേ അളവിൽ കോൺഫ്ലോറോ മൈദയോ യൂസ് ചെയ്യാം. കോൺഫ്ലോറും ഇട്ടെടുക്കുകയാണെങ്കിൽ നല്ലൊരു വൈറ്റ് കളറാവും. ആ സമയത്ത് പിന്നെ നമ്മൾ കോൺഫ്ലോർ ഇട്ടെടുക്കുകയാണെങ്കിൽ നിങ്ങൾ കോഴിമുട്ടയുടെ മഞ്ഞക്കുരു ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ വൈറ്റ് കളർ ഐസ്ക്രീം കിട്ടും. നല്ല വൈറ്റ് കളറായിരിക്കും. ഇതിപ്പോൾ ഒരു യെല്ലോയിഷ് കളറായിരിക്കും. നമ്മൾ ഗോതമ്പ് പൊടിയും മുട്ടയുടെ മഞ്ഞക്കുരു ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കളറൊരു വേറെ ചേഞ്ച് ആവും, ഒരു യെല്ലോ കളറായിരിക്കും നമ്മളെ ഐസ്ക്രീം. പക്ഷേ ഇതാണ് ഹെൽത്തി, കാരണം നമ്മൾ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. കോഴിമുട്ടയുടെ മഞ്ഞയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കുറച്ച് ഫാറ്റൊക്കെ ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഹെൽത്തി ഇതാണ്. അപ്പോൾ നമ്മൾ ഫങ്ഷൻസിനൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ, പാർട്ടിയൊക്കെ ഐസ്ക്രീം കൊടുക്കാൻ തയ്യാറാക്കുകയാണെങ്കിൽ ആ രീതി ചെയ്യാം. മഞ്ഞക്കുരു ഒഴിവാക്കുക, ഗോതമ്പ് പൊടിക്ക് പകരം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മുട്ടയും പഞ്ചസാരയും ഗോതമ്പ് പൊടിൻ്റെ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഫ്ലെയിം ഓൺ ചെയ്യാൻ. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു കാരണവശാലും ഇളക്കി കൊടുക്കൽ നിർത്തരുത്, കാരണം അത് പെട്ടെന്ന് അടി പിടിക്കും. അടി പിടിച്ചാൽ നമ്മൾ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും, പിന്നെ ഒന്നിനും പറ്റാതാവും. അതുകൊണ്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് തിക്കായി വന്നിട്ട്
തിള വരുമ്പോൾ ഇങ്ങനെ നല്ല തിക്കായി വരും. ആ സമയത്ത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷവും 2-3 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇത് പാനിൻ്റെ ചൂടുകൊണ്ട് പെട്ടെന്ന് വീണ്ടും അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ പാനിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം പെട്ടെന്ന് തന്നെ. അല്ലെങ്കിൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം 2-3 മിനിറ്റും കൂടി. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. വേറെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഫീലാവും ഇതിങ്ങനെ തിക്കായി വരുന്നത്. അപ്പോൾ ആ തിക്കായി വരുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി സിമ്മിലേക്ക് ആക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതി. നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്താൽ മതി. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ. ഈ സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൻ്റെ താഴെയായിട്ട് വെച്ചെടുക്കണം. നല്ല സിമ്മാക്കിയില്ലെങ്കിലും ആ ഒരു ലെവലിൽ ഫ്ലെയിം ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷവും നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തിളക്കാൻ പാടില്ല. അവിടെ എവിടെയും തിള വരുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും ഒരു 2-3 മിനിറ്റായിട്ട് ഇളക്കി കൊടുത്താൽ മതി. വലിയൊരു ചൂട പോവോളും. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം നമ്മളെ ഈ കൂട്ട്. നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം, വലിയ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ചൂടായി മാറും. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഗ്ലാസ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടാറി, മിക്സിയിലാണ് അടിച്ചെടുക്കുന്നതെങ്കിൽ നല്ല പോലെ ചൂടാറണം. ചൂടാറിന് ശേഷം മാത്രം മിക്സിയിൽ അടിച്ചെടുക്കുക. അല്ലെങ്കിൽ പിന്നെ എഗ് ബീറ്റർ കൊണ്ടാണ് ബീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു വലിയ ചൂടൊന്ന് പോയി കിട്ടിയാൽ മതി. മിക്സിയിലാവുമ്പോൾ നല്ല പോലെ ചൂടാറി തണുത്തതിന് ശേഷം മാത്രം മിക്സിയിൽ അടിക്കുക. അല്ലെങ്കിൽ മിക്സിയുടെ ജാറ് ഊരി തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് ചൂടുള്ളത് അടിച്ചാൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എഗ് ബീറ്റർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ചൂടൊന്ന് പോയി കിട്ടിയാൽ മതി. ആ സമയത്ത് ചെയ്യാം. അപ്പോൾ ചൂടാറോളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതാണ് നല്ലത്. ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് എഗ് ബീറ്റർ കൊണ്ടൊന്ന് ബീറ്റ് ചെയ്യാം. നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഈ കൂട്ട് നല്ലൊരു ക്രീമി പരുവത്തിലാവണം. ഐസ്ക്രീം ആണല്ലോ, അപ്പോൾ നല്ല ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത് എത്രയും നല്ലതാണ്. കാരണം നമ്മളിത് മെഷീനൊന്നും ഇല്ലാതല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ക്രീമി ഇത് കിട്ടും. ഇത് കണ്ടോ, അപ്പം ഇതേപോലെ ആവണം. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇനി നമുക്കിത് നമ്മളെ എന്തെങ്കിലും ഇതുപോലത്തെ ഐസ്ക്രീമിൻ്റെ ഒഴിഞ്ഞ ഡബ്ബ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ മക്കൾ കടയിൽ നിന്ന് വാങ്ങിയ ഐസ്ക്രീമാണെന്ന് വിചാരിച്ചിട്ട് വേഗം കഴിച്ചോളും. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. മിനിമം ഒരു 6 മണിക്കൂർ വെക്കണം. എന്നാലത് കറക്റ്റ് സെറ്റായി വരുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു ഡബയിലേക്കും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടും വാനില ഫ്ലേവറിൻ്റെ ഒഴിഞ്ഞ ഐസ്ക്രീം ഡബ്ബകളാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ഫ്രീസറിൽ വെക്കാം. ഇനി ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. രണ്ടും ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും ഫ്രീസറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ ഞാൻ 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതിന്ന് ഒരു ഐസ്ക്രീം ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സെർവ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. ഇനിയിപ്പോൾ ഷുഗർ ബോൾസ് ഇല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഇത് പ്ലെയിനായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക.
ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ എല്ലാവർക്കും എൻ്റെ നന്ദി.